കുഞ്ഞ് കരയുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ വയറിൻ്റെ ഉള്ളിലുള്ള സമ്മർദ്ദം കൂടുമ്പോൾ എന്ന് പറഞ്ഞാൽ മുക്കുകയൊക്കെ ചെയ്യുമ്പോൾ അരക്കെട്ടിൽ ഒരു വീക്കം പ്രത്യക്ഷപ്പെടുന്നു. അതിനുശേഷം വയറിൻ്റെ ഉള്ളിലെ പ്രഷർ മാറിക്കഴിയുമ്പം ഈ വീക്കം അപ്രത്യക്ഷമാകുന്നു. ഹെർണിയ എന്നുള്ള രോഗത്തിന് ട്രീറ്റ്മെൻറ്റ് സർജറി മാത്രമാണുള്ളത്. എറണാകുളം ജനറൽ ആശുപത്രിയിലാണ് പീഡിയാട്രിക് സർജൻ്റെ സേവനം ലഭ്യമായിട്ടുള്ളത്. നമുക്ക് പീഡിയാട്രിക് സർജറി OP ഉണ്ട്. സാധാരണഗതിയിൽ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഹെർണിയ രോഗമാണെന്ന് സംശയം കൊണ്ട് വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അരക്കെട്ടിൽ ഒരു വീക്കമായിട്ടായിരിക്കും. അതായത് കുഞ്ഞ് കരയുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ വയറിൻ്റെ ഉള്ളിലുള്ള സമ്മർദ്ദം കൂടുമ്പോൾ എന്ന് പറഞ്ഞാൽ മുക്കുകയൊക്കെ ചെയ്യുമ്പോൾ അരക്കെട്ടിൽ ഒരു വീക്കം പ്രത്യക്ഷപ്പെടുന്നു. അതിനുശേഷം വയറിൻ്റെ ഉള്ളിലെ പ്രഷർ മാറിക്കഴിയുമ്പം ഈ വീക്കം അപ്രത്യക്ഷമാകുന്നു. ഇത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ വയറിൻ്റെ ഉള്ളിലെ വീക്കം, അതായത് വയറിലുള്ള പ്രഷർ കൂടുന്നതനുസരിച്ച് ഈ വയറിനുള്ള കുടലോ മറ്റ് അവയവങ്ങളോ പുറത്തോട്ട് ഇറങ്ങി വരികയും വയറിനുള്ള സമ്മർദ്ദം മാറുകയും ചെയ്യുന്ന സമയത്ത് ഇത് ഉള്ളിലോട്ട് കയറി പോവുകയും ചെയ്യുന്നു. അപ്പം ഒരു വീക്കം കാണുന്നു, കുറച്ച് കഴിയുമ്പോൾ കരച്ചിലോ അല്ലെങ്കിൽ ചുമയോ അല്ലെങ്കിൽ മുക്കുലോ അതൊക്കെ മാറിക്കഴിയുമ്പം ഈ വീക്കം അപ്രത്യക്ഷമാകുകയും ചെയ്യുന്നു. ഏറ്റവും പ്രധാനമായിട്ടും വരുന്ന ലക്ഷണം എന്ന് പറയുന്നത് അരക്കെട്ടിലുള്ള വീക്കമായിട്ടാണ്. അതേസമയം ഹൈഡ്രോസീലിൽ ഈ വയറിനുള്ളിലുള്ള ദ്രാവകം പുറത്തോട്ട് ഇറങ്ങി വന്ന് വൃഷ്ണസഞ്ചിയിൽ ഇരിക്കുന്നത് വൃഷ്ണസഞ്ചിയിലെ വീക്കമായിട്ട് തന്നെയാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. അത് അങ്ങനെ തന്നെ ഇരിക്കും, അത് അപ്രത്യക്ഷമാകുകയില്ല. അപ്പോൾ ഹെർണിയയും ഹൈഡ്രോസീലും ഏറ്റവും കൂടുതൽ പ്രസൻറ്റ് ചെയ്യുന്നത് അരക്കെട്ടിലോ അല്ലെങ്കിൽ വൃഷ്ണസഞ്ചിയിലോ വീക്കമായിട്ടാണ്. അതേസമയം ചില കുട്ടികളിൽ ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്ന ദുർഘട ലക്ഷണങ്ങളായിട്ട് മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ കൊണ്ട് വരാറുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ പുറത്തോട്ട് ഇറങ്ങി വരുന്ന ഹെർണിയ താഴെ വന്ന് സ്റ്റക്കായി, അതായത് കുടലിൽ ഇറങ്ങി വന്നിട്ട് കുടൽ തിരിച്ച് കയറി പോകാതിരിക്കുകയും കുടലിൽ അങ്ങനെ ആ വീക്കം അവിടെ നിലനിൽക്കുകയും ചെയ്യുന്നു, അപ്രത്യക്ഷമാകാതിരിക്കുകയും ചെയ്യുന്നു. അതിൻ്റെ മറ്റ് ലക്ഷണങ്ങളായിട്ട്, അതായത് അതിലുള്ള കുടലിലുള്ള രക്തയോട്ടം നിലച്ചു പോകുന്നത് കാരണം കുഞ്ഞുങ്ങൾക്ക് ഛർദിയായിട്ടോ വയറ് പെരുക്കുമായിട്ടോ ഈ താഴെ അരക്കെട്ടിലെ വീക്കമായിട്ടോ പ്രസൻറ്റ് ചെയ്യുകയും ചെയ്യാറുണ്ട്. വളരെ ചുരുക്കമായിട്ട് ചിലപ്പോൾ ആദ്യമായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നത് ഇതുപോലെ കോംപ്ലിക്കേഷൻസ് ആയിട്ടായിരിക്കും പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഡോക്ടർ, ആ പീഡിയാട്രിക് സർജന് ആ കുഞ്ഞിനെ പരിശോധിക്കുന്നു. സാധാരണഗതിയിൽ ഒരു പരിശോധന, ഡോക്ടറിൻ്റെ പരിശോധനയിലൂടെ തന്നെ നമുക്ക് ഹെർണിയ ആണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതേസമയം നമുക്ക് ചില സമയത്ത് നമുക്ക് സംശയം തോന്നുകയാണെങ്കിലോ അല്ലെങ്കിൽ ചിലപ്പോൾ കൺഫേം ചെയ്യേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാൽ ഒരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യാൻ പറയും. പരിശോധനയിലൂടെയും അതുപോലെ തന്നെ അൾട്രാസൗണ്ട് സ്കാനിലൂടെയുമാണ് നമ്മളൊരു ഹെർണിയ സാധാരണ കുഞ്ഞുങ്ങൾക്ക് ഡയഗ്നോസ് ചെയ്യുന്നത്. ഹെർണിയ എന്നുള്ള രോഗത്തിന് ട്രീറ്റ്മെൻറ്റ് സർജറി മാത്രമാണുള്ളത്. മരുന്ന് കഴിച്ചാൽ മാറുന്ന ഒരു രോഗമല്ല ഹെർണിയ. അപ്പോൾ നമുക്ക് ഇൻഗ്വൈനൽ ഹെർണിയയ്ക്ക് സർജറി മാത്രമാണ് ട്രീറ്റ്മെൻറ്റ്. മരുന്ന് കഴിച്ചാൽ ഒരിക്കലും മാറുന്ന രോഗമല്ല ഹെർണിയ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ഇപ്പോൾ ഇൻഗ്വൈനൽ ഹെർണിയ, അതായത് കുടലിറങ്ങി വരുന്ന ഹെർണിയ ആണെങ്കിൽ കണ്ടുപിടിച്ച്, അതായത് ഡയഗ്നോസ് ചെയ്ത് അധികം താമസിക്കാതെ തന്നെ സർജറി ചെയ്യുന്നതാണ് നല്ലത്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു ചിലപ്പം ചില കോംപ്ലിക്കേഷൻസ് വരാനുള്ള സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ കുടലിറങ്ങി വന്നിട്ട് കയറി പോകാതിരിക്കാനുള്ള സാധ്യതയുണ്ടെന്ന്. അപ്പം അത്തരം കോംപ്ലിക്കേഷൻസോട് കൂടി വരികയാണെങ്കിൽ നമ്മൾ എമർജൻസി ആയിട്ട് സർജറി ചെയ്യേണ്ടി വരും. അത്തരം എമർജൻസി സർജറികൾക്ക് കുഞ്ഞുങ്ങൾക്ക് റിസ്ക് കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ എമർജൻസി സർജറിയിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ ഇലക്റ്റീവായിട്ട് സർജറി ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അതുകൊണ്ട് ഹെർണിയ എന്ന് ഡയഗ്നോസ് ചെയ്താൽ താമസിക്കാതെ തന്നെ നമ്മൾ ഓപ്പറേഷൻ ചെയ്യണം. ഇനി ഹൈഡ്രോസീൽ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞു വയറിനുള്ളിൽ നിന്നുള്ള ദ്രാവകം പുറത്തോട്ട് ഇറങ്ങി വരുന്നതിന് ഹൈഡ്രോസീൽ എന്ന് പറയുന്നു. അപ്പോൾ ഹൈഡ്രോസീൽ ആണെങ്കിൽ സാധാരണ ചില കുഞ്ഞുങ്ങൾക്ക്, ഇപ്പോൾ ചെറിയ ഹൈഡ്രോസീലൊക്കെ ആണെങ്കിൽ 2 വയസ്സ് വരെ നമുക്ക് വെയിറ്റ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. കാരണം ചില ഹൈഡ്രോസീൽ 2 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും അത് അപ്രത്യക്ഷമാകാറുണ്ട്. അതേസമയം വലിയ ഹൈഡ്രോസീലോ അല്ലെങ്കിൽ 2 വയസ്സിന് ശേഷമോ നിലനിൽക്കുന്ന ഹൈഡ്രോസീലിനോ നമ്മൾ സർജറി തന്നെയാണ് ചെയ്യേണ്ടത്. മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങളിൽ ഇതുപോലെ അരക്കെട്ടിലുള്ള വീക്കമായിട്ടോ വൃഷ്ണസഞ്ചിയിലെ ഒരു വീക്കമായിട്ടോ കാണുകയാണെങ്കിൽ ഉടനെ തന്നെ ഒരു പീഡിയാട്രിക് സർജനെ ആദ്യം കാണിക്കുക. പീഡിയാട്രിക് സർജൻ ഇനി തൊട്ടടുത്ത് ലഭ്യമല്ലെങ്കിൽ തൊട്ടടുത്തുള്ള പീഡിയാട്രിഷ്യൻ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്ഥിരമായിട്ട് കാണുന്ന പീഡിയാട്രിഷ്യനെ കാണിക്കുക. അവരുടെ നിർദ്ദേശപ്രകാരം പീഡിയാട്രിക് സർജനെ കാണിക്കുകയും അതിനുള്ള ചികിത്സ നൽകുകയും ചെയ്യുക. നമ്മുടെ ഹെൽത്ത് സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റിൽ, അതായത് നമ്മുടെ ഗവൺമെൻറ് ഹെൽത്ത് സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റിൽ എറണാകുളം ജനറൽ ആശുപത്രിയിലാണ് പീഡിയാട്രിക് സർജൻ്റെ സേവനം ലഭ്യമായിട്ടുള്ളത്. നമുക്ക് പീഡിയാട്രിക് സർജറി OP ഉണ്ട്. ചൊവ്വയും വെള്ളിയുമാണ് പീഡിയാട്രിക് സർജറി OP ഉള്ളത്. അത് സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ഉണ്ട്. എറണാകുളം ജനറൽ ആശുപത്രിക്കുള്ളിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിലാണ് ചൊവ്വയും വെള്ളിയും നമുക്ക് പീഡിയാട്രിക് സർജറി OP ഉള്ളത്. ഇവിടെ കുഞ്ഞുങ്ങൾക്ക് വിവിധതരം ഓപ്പറേഷനുകൾ, കീഹോൾ സർജറികളും ഒക്കെ നടക്കുന്നുണ്ട്. ധാരാളം ഓപ്പറേഷനുകൾക്ക് വേണ്ടിയുള്ള കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇവിടെ വന്ന് ഓപ്പറേഷനുകൾ നടക്കുന്നുണ്ട്. ഇൻഷുറൻസിലൂടെയാണെങ്കിൽ തികച്ചും സൗജന്യമായിട്ടാണ് ഓപ്പറേഷനുകളെല്ലാം നടക്കുന്നത്. പ്രൈവറ്റ് ആശുപത്രികളിൽ വെച്ച് നോക്കുമ്പോൾ വളരെ തുച്ഛമായ പൈസയ്ക്കുള്ളിൽ തന്നെ പല ഓപ്പറേഷനുകളും വിജയകരമായിട്ട് നമ്മൾ ഇവിടെ പൂർത്തീകരിക്കാറുണ്ട്. അപ്പം അത്തരം സേവനങ്ങൾക്ക് കുഞ്ഞുങ്ങളെയും കൊണ്ട് മാതാപിതാക്കൾക്ക് നമ്മുടെ ജനറൽ ആശുപത്രിയിൽ വരാം. പീഡിയാട്രിക് സർജറി OPയിൽ വന്ന് കാണിക്കാവുന്നതാണ്.